കെയർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജൂനിയർ അക്കൗണ്ടന്റിന്റെ പരീക്ഷ 25/4/2026 നടക്കാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു 60 ദിവസത്തെ സ്റ്റഡി പ്ലാനാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വളരെ കൃത്യമായുള്ള ഒരു സിലബസ് പ്രകാരമുള്ള ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു നല്ല ഉയർന്ന റാങ്കിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഇപ്പോൾ തന്നെ തയ്യാറാക്കി അതിനു വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങേണ്ട സമയമായി. അപ്പോൾ ഇതിൻ്റെ സിലബസിനെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. എങ്കിലും നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കൽ കൂടി പറയാം. അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് 10 മാർക്കും, ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് 10 മാർക്കും, കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഭാഗത്തു നിന്ന് 10 മാർക്കും, മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് 10 മാർക്കും, മാനേജീരിയൽ എക്കണോമിക്സിന്റെ ഭാഗത്തു നിന്ന് 10 മാർക്കും, കമ്പനി ലോയുടെ ഭാഗത്തു നിന്ന് 10 മാർക്കും, ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഭാഗത്തു നിന്ന് 10 മാർക്കും, ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സ് ആ ഭാഗത്തു നിന്ന് 10 മാർക്കും, മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആ ഭാഗത്തു നിന്ന് 10 മാർക്കും, ഓഡിറ്റിംഗിന്റെ ഭാഗത്തു നിന്ന് 10 മാർക്കും. ഇങ്ങനെയാണ് സിലബസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും വരുന്നത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ സിലബസ് പ്രകാരമുള്ള ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ 10 ദിവസം നമ്മൾ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കായ അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ മാനേജ്മെന്റും പഠിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കണം. അപ്പോൾ ഈ പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഞാൻ അതിന് വേണ്ടിയിട്ട് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുണ്ട്. റാങ്ക് ഫയലിൽ ഞാൻ കൃത്യമായിട്ട് തന്നെ ചോദ്യങ്ങളും ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളൊക്കെ തന്നെ ഞാൻ റാങ്ക് ഫയലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഓരോ ടോപ്പിക്കും പഠിക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് ഇപ്പോൾ PSCയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വളരെയധികമായിട്ട് ധാരാളമായിട്ട് പരീക്ഷകളിൽ PSC പരീക്ഷകളിൽ ഇപ്പോൾ ആവർത്തിച്ച് കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിനും കുറച്ച് പ്രാധാന്യം നൽകി പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ തയ്യാറാക്കിയ റാങ്ക് ഫയലിനകത്ത് ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസുകൾ ഉദ്യോഗാർത്ഥികളെ കുഴപ്പിക്കുന്ന രീതിയിലുള്ള PSC ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ ആൻസർ ചെയ്യാനും അത് വളരെ എളുപ്പത്തിൽ തന്നെ അതിന് ആ മാർക്ക് സ്കോർ ചെയ്യാനും നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഞാൻ റാങ്ക് ഫയലിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ 10 ദിവസം നമ്മൾ അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ മാനേജ്മെന്റും പഠിച്ചു. അതിനുശേഷം നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെന്റ്, മാനേജറിയൽ എക്കണോമിക്സ് ഈ ഭാഗത്തിന് വേണ്ടിയിട്ട് ഒരു 15 ദിവസം നമ്മൾ മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. ഇത് കോസ്റ്റ് അക്കൗണ്ടിങ് ഒക്കെ തന്നെ വളരെ പ്രയാസമുള്ള ടോപ്പിക്കുകളാണ്. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് കുറച്ച് 5 ദിവസം കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെന്റ് 5 ദിവസം, മാനേജറിയൽ എക്കണോമിക്സിന് 5 ദിവസം, അങ്ങനെ കൃത്യമായിട്ട് അത് മാറ്റി വെക്കുക. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഓരോ ഭാഗങ്ങളും പഠിക്കുന്നതോടൊപ്പം തന്നെ വീക്കെൻഡിൽ കൃത്യമായിട്ട് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ റിവിഷനിലൂടെ നമുക്ക് പഠിച്ച ഭാഗങ്ങൾ ഒന്നുകൂടി ആവർത്തിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് സാധിക്കും. അത് മനസ്സിൽ ഒന്നുകൂടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും സാധിക്കും. അതുപോലെ തന്നെ അടുത്തതായിട്ട് വരുന്ന കമ്പനി ലോ, ക്യാപിറ്റൽ മാർക്കറ്റ് ഇതിനു വേണ്ടിയിട്ട് നിങ്ങളൊരു 10 ദിവസം മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. കാരണം പലർക്കും കമ്പനി ലോ വളരെ പ്രയാസമുള്ള ഒരു ടോപ്പിക്കായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് ഒരു അതും ക്യാപിറ്റൽ മാർക്കറ്റും കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പ്രത്യേകമായിട്ട് തയ്യാറെടുക്കാനും സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 10 ദിവസം മാറ്റി വെക്കുക. അതിനുശേഷം വരുന്ന ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സ് അതിന് വേണ്ടിയിട്ട് ഒരു 5 ദിവസം നിങ്ങൾ പ്രത്യേകമായിട്ട് മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് മുഴുവനായിട്ടും നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് കവർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സ് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. അതിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സിനകത്ത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ പ്രത്യേകമായിട്ട് തന്നെ റാങ്ക് ഫയലിനകത്ത് ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സിന്റെ മോക്ക് ടെസ്റ്റും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും എല്ലാം തന്നെ റാങ്ക് ഫയലിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, ഓഡിറ്റിംഗ് ഇതിനു വേണ്ടിയിട്ട് അടുത്ത 10 ദിവസം നിങ്ങൾ മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾ കൃത്യമായിട്ട് ഈ ഞാൻ പറഞ്ഞ രീതിയിൽ കൃത്യമായിട്ട് മാറ്റി വെക്കുക. കൂടാതെ ഇനി അടുത്തത് വരുന്ന ബാക്കിയുള്ള ദിവസങ്ങളിൽ, പരീക്ഷയ്ക്ക് വരുന്ന ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനമായിട്ടും മോഡൽ എക്സാമുകൾ കൃത്യമായിട്ട് ചെയ്തു നോക്കുക. അപ്പോൾ എല്ലാ ടോപ്പിക്കും ഉൾപ്പെടുത്തി തയ്യാറാക്കിയുള്ള മോഡൽ എക്സാമുകൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ മോഡൽ എക്സാമുകൾ ചെയ്യുന്ന
അവസരത്തിൽ നിങ്ങൾക്ക് കുറെ കൂടി പരീക്ഷയെ ഫേസ് ചെയ്യാനുള്ള പേടി മാറാനും പരീക്ഷയെ വളരെ എളുപ്പത്തിൽ തന്നെ ഫേസ് ചെയ്യാനും സാധിക്കും. അതിനു വേണ്ടിയിട്ട് കൂടുതലായിട്ട് നിങ്ങൾ പ്രീവിയസ് പരീക്ഷകളുടെയൊക്കെ ചോദ്യപേപ്പറുകൾ കൃത്യമായിട്ട് ഞാൻ തയ്യാറാക്കിയ റാങ്ക് ഫയലിനകത്ത് പ്രീവിയസ് ചോദ്യങ്ങളൊക്കെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിച്ചത് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കും. അതുപോലെ തന്നെ ഓരോ ടോപ്പിക്കും തിരിച്ചുള്ള ചോദ്യങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ എക്സ്പ്ലനേഷൻ ഉൾപ്പെടുത്തിയാണ് ഞാൻ റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ റാങ്ക് ഫയലിനകത്ത് കൃത്യമായിട്ട് തന്നെ താഴെ എക്സ്പ്ലനേഷൻ ഉള്ളതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അതിപ്പോൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ശരി, ടോപ്പിക് വൈസ് ചോദ്യങ്ങൾ MCQs ആണെങ്കിലും ശരി, ഞാൻ അതിനകത്ത് കൃത്യമായിട്ട് എക്സ്പ്ലനേഷൻ ഉൾപ്പെടുത്തിയാണ് ഞാൻ റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥികളും പ്രത്യേകമായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ കൃത്യമായിട്ട് പഠിക്കുക. ടോപ്പിക് വൈസ് ചോദ്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ ഇടവേളകളിൽ തന്നെ ദിവസങ്ങൾ ക്രോഡീകരിച്ച് തന്നെ പഠിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ മോഡൽ എക്സാമുകൾ ചെയ്യുക, വീക്കെൻഡിൽ റിവിഷൻ ചെയ്യുക. അങ്ങനെ നിങ്ങൾ മനസ്സിൽ ഓരോ ചോദ്യങ്ങളും കൃത്യമായിട്ട് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു പഠന രീതി നിങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ വരുന്ന പരീക്ഷയ്ക്ക് ജൂനിയർ അക്കൗണ്ടന്റ്, അക്കൗണ്ട് അസിസ്റ്റന്റ്, അക്കൗണ്ട് ക്ലർക്ക് ഈ പരീക്ഷകൾക്ക് നിങ്ങൾക്ക് ഉയർന്ന റാങ്കിൽ എത്തിച്ചേരാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത ക്ലാസ്സിനകത്ത് കൃത്യമായിട്ട് ഏകദേശം എത്ര മാർക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് ഏകദേശം റാങ്ക് ലിസ്റ്റ് എത്താൻ സാധിക്കും കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടില്ലെങ്കിൽ അത് കാണാം. അതുപോലെ തന്നെ റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് റാങ്ക് ഫയൽ PDF ആയിട്ട് തരാറുണ്ട്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥി ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഉയർന്ന റാങ്കിൽ എത്താൻ വേണ്ട എല്ലാവിധ സപ്പോർട്ടുകളും നമ്മുടെ ചാനൽ വഴി നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ പഠിക്കാനും പഠിച്ച് ഉയർന്ന റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.